നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 6 കിലോ കഞ്ചാവുമായി 2 മലയാളികൾ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. വീട്ടുവളപ്പിൽ സൂക്ഷിച്ച 29 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ പിടിയിൽ. പരുന്തിൽ നിന്ന് രക്ഷ തേടിയെത്തിയ തത്തയ്ക്ക് രക്ഷകരായി തിരൂരിലെ അഗ്നിരക്ഷാശമന സേന. നൂറിലധികം മോഷണ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ വീണ്ടും പിടിയിൽ. മത്സ്യബന്ധനത്തിനിടെ അപകടം. വള്ളത്തിന്റെ കണ്ടെയ്നറിൽ കുടുങ്ങി വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചു. പൊന്നാനി നഗരസഭയിലെ 6ാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രം കോട്ടത്തറയിൽ നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 6 കിലോ കഞ്ചാവുമായി 2 മലയാളികളും 4 ബംഗാളികളും ഉൾപ്പെടെ 6 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് തിരൂർ ചെമ്പ്ര റോഡിലുള്ള ഫോർസ മാളിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് പ്രതികളെ തിരൂർ പോലീസ് പിടികൂടിയത്. ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ല് സ്വദേശികളായ ഇല്ലിക്കോട് അനസ്, കിളിവായിൽ രതീഷ്, വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ SK ഗുൽബാഹർ, അബ്ദുൽ ബറാൽ, ജിതേന്ദ്ര പ്രസാദ് ജയ്സ്വാൾ, അസീബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. തിരൂർ ചെമ്പ്ര റോഡിലുള്ള ഫോർസ മാളിന് സമീപം നിർത്തിയിട്ട കാറിൽ നിന്നാണ് പ്രതികളെ തിരൂർ പോലീസ് പിടികൂടിയത്. കോട്ടക്കൽ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തിരൂർ പോലീസ് സ്റ്റേഷനിലെ SI RP സുജിത്, സീനിയർ SI മിഥുൻ, SI സനോജ്, SCPO KR രാജേഷ്, CPOമാരായ ഉണ്ണിക്കുട്ടൻ, ജവഹർ, തിരൂർ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വെട്ടന്യൂസ് തിരൂർ. വീട്ടുവളപ്പിൽ സൂക്ഷിച്ച 29 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ പിടിയിൽ. വലിയ പറമ്പ് സ്വദേശി പറൂർ അപ്പുനായറാണ് അറസ്റ്റിലായത്. വീട്ടുവളപ്പിൽ സൂക്ഷിച്ച 29 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികനെ തിരൂർ പോലീസ് പിടികൂടി. വലിയ പറമ്പ് സ്വദേശി പറൂർ അപ്പുനായറാണ് അറസ്റ്റിലായത്. പുല്ലൂർ കാഞ്ഞിരക്കോൽ ഇറ്റോടുള്ള വീടിന്റെ പിറകിലാണ് മദ്യം കുപ്പികളിലായി പ്ലാസ്റ്റിക് ചാക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അമിത വിലക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. ഒരു അപകടമുണ്ടായാൽ പ്രതീക്ഷയോടെ വിളിയെത്തുക അഗ്നിരക്ഷാ ഓഫീസിലേക്കാണ്. ഇന്നത് മനുഷ്യന്റെ മാത്രം കാര്യമല്ല. തിരൂരിൽ അഗ്നിരക്ഷാ ഓഫീസിൽ സഹായം തേടിയെത്തിയത് ഒരു തത്തയാണ്. ഒരാഴ്ച മുമ്പാണ് സംഭവം. പരുന്തിന്റെ ആക്രമണത്തിൽ നിന്നും തളർന്നു വീണ പച്ചപ്പനങ്കിളിയാണ് തിരൂർ അഗ്നിശമന സേനാ ഓഫീസിലേക്കെത്തിയത്. തത്തയ്ക്ക് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ മരുന്നും ഭക്ഷണവും നൽകി. പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തത്തയ്ക്ക് ജീവനക്കാർ ഓഫീസിൽ ഒരു കൂടൊരുക്കി. പകൽ തുറന്നുവിടാറുണ്ടെങ്കിലും അധികം ദൂരമൊന്നും പോകില്ല. ഓഫീസിന് പരിസരത്തെ പ്രദേശങ്ങളിൽ പാറി നടക്കും. രാത്രി കൂട്ടിലാക്കും. തത്ത ഇപ്പോൾ ജീവനക്കാരുടെ അരുമയാണ്. വെട്ടന്യൂസ് തിരൂർ. 100-ലധികം മോഷണക്കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ വീണ്ടും പിടിയിൽ. പെരുമണ്ണക്ലാരി ചെട്ടിയാൻകിണറിലെ വീട്ടിൽ നിന്നും 75,000 രൂപ കവർന്ന കേസിലാണ് താനാളൂർ ഒഴൂർ സ്വദേശി കുട്ടിയമ്മക്കനകത്ത് ഷാജഹാനെ കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ K സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസമാണ് സംഭവം. മോഷണം നടത്തി ഒളിവിൽ പോയ ഷാജഹാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വേങ്ങരയിൽ നിന്ന് ഷാജഹാനെ പോലീസ് പിടികൂടിയത്. മോഷണം നടത്തി അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും രാത്രികാലങ്ങളിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണങ്ങൾ നടത്തുന്ന ഷാജഹാൻ ചെറുപ്പം മുതലേ കളവ് തൊഴിലാക്കിയ മോഷ്ടാവാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി 100-ലധികം മോഷണ കേസുകൾ നിലവിലുണ്ട്. കടുങ്ങാത്തുകൊണ്ട് പാറമ്മലങ്ങാടിയിലെ വിവാഹ വീട്ടിൽ കയറി സ്വർണവും പണവും കവർന്ന് ഒളിവിൽ പോയ ഷാജഹാനെ ദിവസങ്ങൾക്കുള്ളിൽ അന്നത്തെ SI ആയിരുന്ന ജലീൽ കറുത്തോടത്ത് പിടികൂടിയത് ഏറെ ജനശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. കൂടാതെ കൊടിഞ്ഞി, കുണ്ടൂർ, ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധമായും രാത്രികാലങ്ങളിൽ മോഷണം നടത്തി അറസ്റ്റിലായിട്ടുണ്ട്. കുറ്റിപ്പുറത്തും സമാനമായ മോഷണം നടത്തിയിട്ടുണ്ട്. SI V ധർമ്മജൻ, SCPOമാരായ ജംഷാദ്, ആദിത്യൻ, CPO സുനീഷ്, വിപിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി.
മത്സ്യബന്ധനത്തിനിടെ അപകടം. വള്ളത്തിന്റെ കണ്ടെയ്നറിൽ കുടുങ്ങി വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചു. 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ബോട്ടുടമ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിലേർപ്പെട്ട കൂടെയുണ്ടായിരുന്ന ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. നമ്മളെ ബോട്ടിൻ്റെ പേര് ഒന്നാണ് നമ്മളെന്നാണ്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ എന്തായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട്. 20 ലക്ഷം റുപ്യേൻ്റെ മുതലാണ്. 20 ലക്ഷം റുപ്യ. അതെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് എന്തുണ്ട് ഉണ്ട്. ഒരുപാട് 10-40 പേരോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉപജീവിത മാർഗങ്ങൾ സഹിക്കാൻ വയ്യില്ല. ഇത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ അടിക്കാൻ പോലും വഴിയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകണം. അത്തരവസ്ഥയായിരിക്കും. സർക്കാർ ഇതിനെന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. താനൂർ സ്വദേശി ഏനിന്റെ പുരയ്ക്കൽ റഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നാണ് നമ്മൾ എന്ന വള്ളമാണ് കഴിഞ്ഞ ദിവസം ചാവക്കാട് കടലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ ഇന്നലെ പുലർച്ചെ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അതിനെ ഞങ്ങൾ അവിടുന്ന് വലയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വല ബുദ്ധിമുട്ടായി എടുക്കാനിരുന്നു കടലിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗം കാണുന്നില്ല. അതായത് ഈ റോപ്പ് പൊട്ടിച്ചുകൊണ്ട് കഴിച്ചിലായി. ഞങ്ങൾ 10-50 റിങ്ങും പോയി. ഞങ്ങൾ റോപ്പ് പൊട്ടിച്ചോണ്ട് അത്രയും കിട്ടാൻ കാരണം അവിടെ ഒരു വലിയ ടണ്ടേറിയിരുന്ന ഉണ്ടായി പറഞ്ഞത്. ഈ കപ്പൽ പൊളിഞ്ഞ അങ്ങനെ ഉണ്ടായ സാധനമാണ്. ഒന്നും പണാൻ പറ്റിയ സ്വർണം വിറ്റതാണ്. സ്വർണം വിറ്റിട്ട് എടുത്തതാണ് ഇതൊക്കെ. നമ്മൾ ഇത് കടങ്ങളൊക്കെ വീടി വരെങ്കിൽ എത്ര ഇതുണ്ട്, എത്രമാർ ഉറുപ്പ 20 ലക്ഷം ഉറുപ്പൊക്കെ ഉണ്ടാക്കിയത്. ഈ 20 ലക്ഷം ഉറുപ്പ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളാലൊരു വഴിയില്ല. എന്തെങ്കിലും വല്ല ഗവൺമെൻറ് എന്തെങ്കിലും സഹായം തന്നാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇത് ചെയ്യലവിടെ കൊണ്ട് കയറ്റിടും. നമ്മളാൽ വേറെ വഴിയില്ല. 1.5 കോടി 2 കോടി ഉറുപ്പോളം ചെലവാണ് സാധനം വെച്ച് എത്തിറക്കാൻ. ആ 2 കോടി ഉറുപ്പ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി? ആ 2 കോടി ഉറുപ്പ ഉണ്ടാക്കാൻ ഒരു വഴി, ഒരു മാർഗ്ഗമില്ല. ഇത്ര ഉറുപ്പ നമ്മൾ ചെലവാക്കി ഇതിങ്ങനെ നഷ്ടപ്പെട്ടു ഗവൺമെൻറ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജീവിക്കണം. നമ്മൾ പൊതുവെ പണിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് മോശമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പണിക്ക് പോയപ്പോൾ ഒരു 30 നോർത്ത് 30 ഒരു 15 മാർ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ നമ്മൾ വല അടിച്ചാണ്. വല അടിച്ചപ്പോൾ കണ്ടെയ്നർ കൊളുത്താണ്. കണ്ടെയ്നറാണ് നമ്മളെ കപ്പലിൻ്റെ. അതിൽ വല കുടുങ്ങി. നമ്മളിപ്പോൾ 20 ലക്ഷം റുപ്യക്ക് പലവരെയും നിന്ന് കടം വാങ്ങിയിട്ട് സാധനം നമ്മൾ സെറ്റ് ചെയ്താണ് ഈ വല. അപ്പോൾ ഇതിൻ്റെ വലൻ്റെ പുതുക്കം തന്നെ പോയിട്ടില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഇന്നലെ പോയി വല അടിച്ചപ്പോൾ ആ കുളത്തിൽ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ഇതിൽ കുടുങ്ങി വല ഒരുപാട് നഷ്ടമുണ്ട് നമുക്ക്. 10-20 റുപ്യേൻ്റെ നഷ്ടം, 20 ലക്ഷം റുപ്യേൻ്റെ നഷ്ടം, അതിൻ്റെ മേലെ നഷ്ടം വരും. മത്സ്യം പിടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറിൽ കുടുങ്ങി വല, റോപ്പറിംഗ് വേച്ച് തുടങ്ങി മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മറ്റു മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. ബട്ടൺ ന്യൂസ് പൊന്നാനി. പൊന്നാനി നഗരസഭയുടെയും ദേശീയ നഗരാരോഗ്യ ദൗത്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ 9ാം വാർഡിൽ കോട്ടത്തറയിൽ ആരംഭിക്കുന്ന നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 6 കേന്ദ്രങ്ങളിൽ നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള 6ാമത്തെ ആരോഗ്യ കേന്ദ്രമാണ് കോട്ടത്തറയിൽ ആരംഭിച്ചത്. സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഡയൽ സെൻ്റർ അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾക്ക് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വലിയ ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പം അതും അത്തരം പ്രവർത്തനങ്ങൾ വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ ഈ ചടങ്ങിന് മുഖ്യാതിഥിയായി നമ്മോടൊപ്പമുള്ള DMO ഡോക്ടർ രേണുക, നിങ്ങൾക്കറിയാം കേരളത്തിൽ
ലോകത്തെമ്പാടും കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ കേരളത്തിൽ കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയായിട്ടുള്ള വയനാടിൽ എങ്ങനെയാണ് അവിടെ ഒരു ഇത്രയും ഭീകരമായിട്ടുള്ള രോഗത്തിനെ പ്രതിരോധിക്കാൻ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ ആ പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടറാണ്. ബഹുമാനപ്പെട്ട അനൂപിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് നിരവധിയായിട്ടുള്ള സഹായങ്ങൾ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായം കൃത്യമായി നമുക്ക് ലഭ്യമാക്കുന്നത് അനൂപിലൂടെയാണ്. പി നന്ദകുമാർ MLA അധ്യക്ഷതയിൽ ദേശീയ നഗരാരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ, ഷീന സുദേശൻ, രജീഷ് ഉപ്പല, നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം സ്വാഗതവും ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് പൊന്നാനി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.